നമസ്കാരം. കേരളത്തിലും തമിഴ്നാട്ടിലും വമ്പൻ കളക്ഷനോടെ തിയേറ്ററുകളിൽ തകർത്തോടിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ഇപ്പോൾ OTT-യിലും മഞ്ഞുമൽ ബോയ്സ് റിലീസായിട്ടുണ്ട്. ഹോട്ട്സ്റ്റാറിലാണ് റിലീസായിരിക്കുന്നത്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. സിനിമ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ നിർണായകമായ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. 18 വർഷം മുമ്പ് യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട് പോലീസിൽ നിന്ന് നേരിട്ട പീഡനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനമായിരിക്കുകയാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ തമിഴ്നാട് DGPക്ക് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഉത്തരവ് നൽകിയിട്ടുണ്ട്. 2006 നടന്ന സംഭവത്തിൽ നിലമ്പൂർ സ്വദേശിയും റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മുൻ അംഗവുമായ ഷിജു എബ്രഹാം തമിഴ്നാട് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലാണ് നടപടി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഗൗരവമായി അന്വേഷിക്കണമെന്നും നടപടി പരാതിക്കാരനെ അറിയിക്കണമെന്നുമാണ് ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുള്ളത്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ യുവാക്കളെ പോലീസ് മർദ്ദിക്കുന്നതായി കാണിക്കുന്നുണ്ട്. എറണാകുളം മഞ്ഞുമലിൽ നിന്നാണ് 2006 ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാൽ സന്ദർശിക്കാൻ പോയത്. അതിൽ ഒരാൾ ഗുണ കേവ് എന്നറിയപ്പെടുന്ന ഗുഹയിലേക്ക് വീണു പോവുകയായിരുന്നു. സുഹൃത്തിനെ രക്ഷിക്കാനായി യുവാക്കൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു. സഹായം തേടി എത്തിയ യുവാക്കളെ പോലീസ് മർദ്ദിക്കുന്നതായാണ് സിനിമയിൽ കാണിക്കുന്നത്. ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും പിന്നീട് അവരുടെ പണം ചെലവാക്കിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പോലീസുകാരനെയാണ് ആദ്യം ഇവർക്കൊപ്പം അയക്കുന്നത്. ഇതൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. സിജു ഡേവിഡ് എന്ന യുവാവാണ് 120 അടിയോളം ആഴമുള്ള ഗർത്തത്തിൽ നിന്ന് സുഹൃത്തിനെ സാഹസികമായി രക്ഷിച്ചത്. ഈ സംഭവത്തെ ആസ്പദമാക്കിയാണ് സിനിമ എടുത്തിട്ടുള്ളത്. അതേസമയം തങ്ങളെ പോലീസ് ഉപദ്രവിച്ചു എന്നത് സത്യമാണെന്നും വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞില്ലേ, എല്ലാവർക്കും പ്രായമായില്ലേ, ഇനി കേസ് കൊടുത്ത് ആരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല എന്നാണ് മഞ്ഞുമൽ ബോയ്സിലെ സിജു ഡേവിഡ് പറയുന്നത്. അന്ന് ഞങ്ങളുടെ ഒപ്പമുള്ളവരെ പോലീസ് ഉപദ്രവിച്ചു എന്നത് സത്യമാണ്. സ്റ്റേഷനിൽ പോയവരെ തല്ലി. സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഗുണ കേവ് കേസിൽ പോയപ്പോൾ പോലീസും ഫോറസ്റ്റ് ഗാർഡും മറ്റും വന്ന് അന്നത്തെ സംഭവത്തിൽ മാപ്പും പറഞ്ഞു. ഒരുപാട് കൊലപാതകങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നും അത്തരം സംഭവമാണെന്നാണ് വിചാരിച്ചതെന്നും പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞില്ലേ, എല്ലാവർക്കും പ്രായമായി, ഇനി കേസൊന്നും കൊടുത്ത് ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് സിജു ഡേവിഡ് പറയുന്നത്. ഫെബ്രുവരി 22-നാണ് മഞ്ഞുമൽ ബോയ്സ് റിലീസ് ചെയ്തത്. സൗബിൻ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഗണപതി, ലാൽ ജൂനിയർ, ചന്തു സലീം, അഭിറാം, ദീപക് പറമ്പോൾ, ഖാലിദ് റഹ്മാൻ, അരുൺ കുര്യൻ, വിഷ്ണു രഘു എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുള്ളത്. ചിദംബരമാണ് സിനിമയുടെ സംവിധായകൻ. ആദ്യ ദിനം മുതൽക്ക് തന്നെ മികച്ച പ്രതികരണങ്ങളാണ് സിനിമ നേടിയത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.